ഏതൊക്കെയാണ് ആ വിഭാഗങ്ങൾ എന്ന് കൃത്യമായി പലർക്കും ഇപ്പോഴും അറിയില്ല. ഇത് അതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടാണ്. അതായത് കേരള വഹാബികളുടെ 8 വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് വളരെ ഹ്രസ്വമായിട്ട് നമുക്ക് പറയാം. വളരെ വിശദമായി പറയാൻ ഒരിക്കലും നമുക്ക് ഈ ചെറിയൊരു വീഡിയോയിൽ സാധ്യമല്ല. എങ്കിലും ഹ്രസ്വമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഗ്രാഫ് രൂപത്തിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണക്കാർക്കും മറ്റുള്ളവർക്കും മാധ്യമ പ്രവർത്തകർക്കുമൊക്കെ ഇത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഓരോരോ മുജാഹിദ് വിഭാഗത്തെ സമീപിക്കുമ്പോഴും അവരുടെ വിശ്വാസങ്ങൾ, അവർ എപ്പോഴാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പായത്, ആ ഗ്രൂപ്പിൽ ആരൊക്കെയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയുക എന്നുള്ളത് മാധ്യമ പ്രവർത്തകർക്കും വളരെ അനിവാര്യമായ കാര്യമാണ്. അതേപോലെ തന്നെ സാധാരണക്കാർക്കും ഇത് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ആ പ്രസ്ഥാനത്തിലേക്ക് ആരെങ്കിലും പോയി പെടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്കും രക്ഷപ്പെടാനുള്ള നല്ലൊരു ഗൈഡായിരിക്കും ഇത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പലരും ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 8 ഗ്രൂപ്പുകളെ നമ്മളിവിടെ പരിചയപ്പെടുത്തുകയാണ്. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കേരളത്തിൽ വഹാബി പ്രസ്ഥാനം വരുന്നത് ഈജിപ്ത് വഴിയാണ്. നമുക്കെല്ലാം അറിയാം, ഈജിപ്തിലെ ത്രിമൂർത്തികളിലൂടെയാണ് കേരളത്തിലേക്ക് വഹാബിസം വരുന്നത്. ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് അബ്ദു, റഷീദ് റിള, ഇതാണ് ത്രിമൂർത്തികൾ. ഇവർ എവിടുന്നാണ് വഹാബിസം സ്വീകരിച്ചത്? അത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൽ നിന്ന് തന്നെയാണ്. പക്ഷേ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൽ നിന്ന് സ്വീകരിച്ച വഹാബിസത്തെ തന്നെ കൂടുതൽ വികൃതമാക്കി, കൂടുതൽ ലിബറൽ വൽക്കരിച്ചുകൊണ്ടാണ് ഇവർ ഈ ഒരു ആശയത്തെ സപ്ലൈ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പിന്നിൽ ഇസ്ലാമിക വിരുദ്ധ ലോബികളായിരുന്നു എന്ന് ചരിത്രം വ്യക്തമാക്കിയതാണ്, ചരിത്രത്തിൽ നിന്ന് ബോധ്യപ്പെടുന്നതാണ്. അത് മനസ്സിലായപ്പോഴാണ് കേരളത്തിലും ഈ ത്രിമൂർത്തികളെ തള്ളി ഒരു വിഭാഗ രംഗത്ത് വന്ന് അങ്ങനെയാണ് പിളർപ്പുണ്ടാകുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ വരാം. ആദ്യമായിട്ട് 1979 മുജാഹിദിൻ്റെ 1ാം സംസ്ഥാന സമ്മേളനത്തോടെ ഗൾഫ് സലഫിസത്തിൻ്റെ സ്വാധീനം കേരള മുജാഹിദുകളിൽ, കേരള വഹാബികളിൽ ഉണ്ടായി. അതിനുശേഷം പല ആശയങ്ങളും, അതായത് ഈ ത്രിമൂർത്തികൾ വഴി വന്ന ആശയങ്ങളും ഗൾഫ് സലഫിസത്തിൻ്റെ ആശയങ്ങളും തമ്മിൽ കേരളത്തിൽ ഏറ്റുമുട്ടാൻ തുടങ്ങി. അത് സംഘടനയിൽ പുകച്ചിലുണ്ടായി. ആ പുകച്ചിൽ നീറിപ്പുകഞ്ഞ് 2002 ഔദ്യോഗികമായിട്ട് മുജാഹിദ് പ്രസ്ഥാനം പിളരുന്നത്. അത് നിങ്ങൾക്ക് കാണാം. കേരള വഹാബികൾ എന്നതിൻ്റെ അടിയിൽ KNM ഔദ്യോഗിക വിഭാഗം, KNM മർക്കസുദ്ദാവ എന്ന് ഇന്ന് പറയുന്ന വിഭാഗം മടവൂർ വിഭാഗമായിരുന്നു. പിന്നീട് ഇപ്പം മടവൂർ ഉള്ളത്, ഹുസൈൻ മടവൂരുള്ളത് KNM ഔദ്യോഗിക വിഭാഗത്തിലാണ്. അതെങ്ങനെ വന്നത് എന്ന് ശേഷം നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 പൊട്ടായിട്ടാണ് ആദ്യം പിളരുന്നത്. അതായത് KNM മർക്കസുദ്ദാവ എന്ന വിഭാഗം ആ ത്രിമൂർത്തികളുടെ ആശയങ്ങൾ മാറ്റിത്തിരുത്താൻ പറ്റില്ല, അതായത് സിഹർ, കണ്ണേറ് ഇതിലൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് KNM മർക്കസുദ്ദാവ ആ പഴയ പാരമ്പര്യത്തിൽ തന്നെ, അതായത് ഈജിപ്ഷ്യൻ ത്രിമൂർത്തികളുടെ പാരമ്പര്യത്തിൽ തന്നെ ഉറച്ചു നിന്നപ്പോൾ KNM ഔദ്യോഗിക വിഭാഗം എന്നറിയപ്പെടുന്ന വിഭാഗം, അതായത് അവർ തന്നെയാണ് മൗലവി വിഭാഗം, CD ടവർ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത്, 2ാമത്തെ ആ ഗ്രൂപ്പ്, അതാണ് ഇന്ന് ഔദ്യോഗിക വിഭാഗമായിട്ട് അറിയപ്പെടുന്നത്. അവരാണ് ഗൾഫ് സലഫിസത്തെ വാരിപ്പുണർന്നത്. ത്രിമൂർത്തികളെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഗൾഫ് സലഫിസത്തെ അവർ അംഗീകരിക്കുകയായിരുന്നു. ഇങ്ങനെയാണ് പിളർപ്പുണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും ഗൾഫ് സലഫിസത്തിൻ്റെയും ഈജിപ്ഷ്യൻ ത്രിമൂർത്തികളുടെയും ഇടയിലുണ്ടായ അഭിപ്രായ ഭിന്നതകൾ കേരളത്തിലേക്ക് അപ്ലൈ ചെയ്യപ്പെട്ടു എന്നതാണ് ഈ പിളർപ്പിൻ്റെ ആധാരം. അപ്പോൾ പിളർന്നതിന് ശേഷം 2 വിഭാഗവും KNM എന്നുള്ള പേര് നിലനിർത്തി. കേരള നദ്വത്തുൽ മുജാഹിദീൻ നേരത്തെ സ്ഥാപിച്ചതായിരുന്നു. 2 വിഭാഗവും അതിൻ്റെ അവകാശവാദം ഏറ്റെടുത്തു. അതുകൊണ്ട് തന്നെ തിരിച്ചറിയാൻ വേണ്ടി KNM ഔദ്യോഗിക വിഭാഗം എന്ന് 2ാം ഗ്രൂപ്പിനെയും 1ാം ഗ്രൂപ്പിനെ KNM മർക്കസുദ്ദാവ വിഭാഗം എന്നും അറിയപ്പെട്ടു തുടങ്ങി. അതിൻ്റെ കീഴിലായിട്ട് ISM, അതുപോലെ തന്നെ MSM തുടങ്ങിയ വിഭാഗങ്ങളൊക്കെ 2 ഗ്രൂപ്പിലും ഒരുപോലെ പ്രവർത്തിച്ചു. അതായത് KNM മർക്കസുദ്ദാവ വിഭാഗത്തിൻ്റെ കീഴിലും ISM-ഉം MSM ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ KNM ഔദ്യോഗിക വിഭാഗത്തിൻ്റെ കീഴിലും ഇവ രണ്ടുമുണ്ട്. ആദ്യം നമുക്ക് 1ാമത്തെ ഗ്രൂപ്പിനെ ശ്രദ്ധിക്കാം. KNM മർക്കസുദ്ദാവ വിഭാഗം. ഇവർ ജിന്ന്, പിശാജ്, സിഹർ, ഉറുക്ക്, മന്ത്രം ഇവ ഒക്കെ ഈജിപ്ഷ്യൻ ത്രിമൂർത്തികൾ പഠിപ്പിച്ചതുപോലെ അന്ധവിശ്വാസങ്ങളാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. അതായത് സിഹർ എന്ന സംഭവമില്ല, ഉറുക്കില്ല, കണ്ണേറില്ല, മന്ത്രമില്ല, പിശാചില്ല, ജിന്നില്ല, ഇതൊക്കെയാണ് ഇവരുടെ വിശ്വാസം. മാത്രമല്ല ഇവർ തമ്മിൽ, KNM ഔദ്യോഗിക വിഭാഗം ഇവരും തമ്മിൽ 10-ലധികം കാര്യങ്ങളിൽ
ഭിന്നത നിലനിൽക്കുന്നുണ്ട് എന്നാണ് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ നേതാവ്, അതായത് മർക്കസുദ്ദാവ വിഭാഗത്തിൻ്റെ നേതാക്കളെയാണ് പരിചയപ്പെടുത്തുന്നത്. പ്രൊഫസർ പി മുഹമ്മദ് കുട്ടശ്ശേരി, പി മുസ്തഫ ഫാറൂഖി, കെ ജമാലുദ്ദീൻ ഫാറൂഖി, അഡ്വക്കേറ്റ് പി മുഹമ്മദ് ഹനീഫ, അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ, പ്രൊഫസർ കെ പി സക്കരിയ, എം അഹമ്മദ് കുട്ടി മദനി എന്നിവരാണ് ഇതിലെ പ്രധാന നേതാക്കൾ. ഇവർക്ക് കീഴിലാണ് യുവത ബുക്ക് ഹൗസ് ഉള്ളത്. യുവത അറിയപ്പെട്ട മുജാഹിദിൻ്റെ പത്രവിഭാഗമാണ്, പ്രസിദ്ധീകരണ വിഭാഗമാണ്. ആ പ്രസിദ്ധീകരണ വിഭാഗം ഇവർ കൈക്കലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അറിയപ്പെട്ട ഒരു വാരികയാണ് ഷബാബ് വാരിക. ഈ ഷബാബ് വാരികയും ഇവരുടെ കരവലയത്തിലാണ്, കെന്നം മർക്കസുദ്ദാവയുടെ കരവലയത്തിലാണ്. ഇനി നമുക്ക് കെന്നം ഔദ്യോഗിക വിഭാഗം എന്ന രണ്ടാം ഗ്രൂപ്പിനെ പരിചയപ്പെടുത്താം. CD ടവർ വിഭാഗം എന്നിവരറിയപ്പെടാറുണ്ട്. അതുപോലെ തന്നെ മൗലവി വിഭാഗം എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. ഔദ്യോഗിക വിഭാഗം എന്നും അറിയപ്പെടാറുണ്ട്. അതിനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവരുടെ നേതാക്കൾ TP അബ്ദുള്ള കോയ മദനി, AP അബ്ദുൽ ഖാദർ മൗലവി എന്നിവരാണ് പ്രധാന നേതാക്കൾ. അബ്ദുറഹ്മാൻ സലഫി, ഹനീഫ് കായക്കൊടി, അനസ് മൗലവി ഇവരൊക്കെ ഈ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ്. 1950 ഏപ്രിൽ 20 രൂപീകരിക്കപ്പെട്ട നദ്വത്തുൽ മുജാഹിദീൻ തങ്ങളുടേതാണെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. 1956 മാർച്ച് 31 രൂപീകൃതമായ കെന്നം വിദ്യാഭ്യാസ ബോർഡ്, അതുപോലെ തന്നെ 1976 രൂപീകൃതമായ കേരള ഹിലാൽ കമ്മിറ്റി, 1950 രൂപീകരിച്ച അൽമനാർ മാസിക, 1964 സ്ഥാപിതമായ എടവണ്ണ ജാമിയ നദവിയ, അതുപോലെ തന്നെ എടവണ്ണ നദവിയയിൽ ആരംഭിച്ച് പിന്നീട് പുളിക്കലേക്ക് മാറ്റിയ ജാമിയ സലഫിയ ഉൾപ്പെടെയുള്ള പ്രമുഖ സ്ഥാപനങ്ങളൊക്കെ ഇവരുടെ കയ്യിലാണുള്ളത്. അതുകൊണ്ടാണ് ഇവർ ഔദ്യോഗിക വിഭാഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ കോഴിക്കോട് മുജാഹിദ് സെൻറ്ററും ഇവരുടെ കയ്യിലാണുള്ളത്. അതുകൊണ്ടാണ് ഇവർ ഔദ്യോഗിക വിഭാഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് മൂന്നാമത്തെ ഗ്രൂപ്പാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, സുല്ലമി വിഭാഗം. കെന്നം മർക്കസുദ്ദാവ എന്നുള്ളത് നമുക്കറിയാം യഥാർത്ഥ ത്രിമൂർത്തികളുടെ ആശയങ്ങൾ വെച്ച് പുലർത്തിയ ഗ്രൂപ്പാണ്. അതിൽ തന്നെ ഒരു ഉഗ്ര വിഭാഗമാണ് സുല്ലമി വിഭാഗം. അതായത് സലാം സുല്ലമിയുടെ നേതൃത്വത്തിലുള്ള വിഭാഗമായിരുന്നു ഇവർ. അതായത് KNMൻ്റെ ചില ആശയങ്ങൾക്ക് കടുപ്പം പോരാ എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ യുക്തിവാദത്തിലേക്ക് മുജാഹിദുകളെ കൊണ്ടുപോകാൻ കാരണമായ ഒരു വ്യക്തിയാണ് സലാം സുല്ലമി. ഇവർ യഥാർത്ഥത്തിൽ മർക്കസുദ്ദാവ ഗ്രൂപ്പിനോടൊപ്പമാണ് നിന്നത് എങ്കിലും, പിളർപ്പിന് ശേഷം മർക്കസുദ്ദാവ ഗ്രൂപ്പിനോടൊപ്പമാണ് നിന്നതെങ്കിലും ബുഖാരിയിലെ 60-ലേറെ ഹദീസുകൾ യാതൊരു ഉളുപ്പുമില്ലാതെ ലൈഫാണെന്ന് പറഞ്ഞ്, അതായത് സ്വഹീഹുൽ ബുഖാരിയിലെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹാക്കിയ ഹദീസുകളെ അത് ലൈഫാണെന്ന് പറഞ്ഞ് തള്ളിയ ഒരു വിഭാഗമാണ്. ജിന്നുകളെന്ന ഒരു വർഗം തന്നെയില്ല, അതൊക്കെ ഫംഗസും ബാക്ടീരിയകളുമാണ് എന്ന വിചിത്രവാദം ഉന്നയിച്ച് ഇതുപോലത്തെ നിരവധി സ്വതന്ത്രവാദങ്ങളുമായിട്ട് രംഗപ്രവേശനം ചെയ്ത ഒരു വിഭാഗമാണ് മർക്കസുദ്ദാവയിൽ തന്നെയുള്ള സുല്ലമി വിഭാഗം. ഇത് ഒരു രജിസ്ട്രേഡ് സംഘടനയല്ല, മറിച്ച് ഒരു കൂട്ടം ആശയങ്ങളെ പിൻപറ്റിക്കൊണ്ട് സലാം സുല്ലമിയുടെ ഓർമ്മയിൽ നിന്നും ജീവിക്കുന്ന ഒരു വിഭാഗമാണ്. സലാം സുല്ലമി മരണപ്പെട്ടു. ഇനി നമുക്ക് നാലാമത്തെ ഗ്രൂപ്പിനെ പരിചയപ്പെടാം, വിസ്ഡം വിഭാഗം. ഇന്ന് വിസ്ഡം വിഭാഗം എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് ജിന്ന് ഗ്രൂപ്പ് 1 അതായത് ഇവർ ജിന്ന് വിഭാഗം എന്നായിരുന്നു മുമ്പ് അറിയപ്പെട്ടിരുന്നത്. മുജാഹിദിൽ തന്നെ വളരെ കോളിളക്കം സൃഷ്ടിച്ച ഒരു ഭിന്നതയായിരുന്നു, പിളർപ്പായിരുന്നു ഇത്. എന്ന് പറഞ്ഞാൽ ഔദ്യോഗിക കേന്നം വളരെ ശക്തിയായി മുന്നോട്ട് പോകുന്നതിനിടയിൽ ഗൾഫ് സലഫിസത്തെ പുണർന്നുകൊണ്ടാണല്ലോ ഇവർ പോകുന്നത്. ആ ഗൾഫ് സലഫിസത്തിൻ്റെ തന്നെ പൂർണ്ണ ആശയത്തെ നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹാലിറും ഖാദിറുമായ കഴിവുള്ള സ്ഥലത്തുള്ള ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കല്ല എന്ന വാദവുമായിട്ട് കടന്നു വന്നവരാണ് ഇവർ. അതുകൊണ്ടാണ് ഇവർക്ക് ജിന്നൂരികൾ എന്ന പേര് വീണത്. അതായത് ആദ്യത്തെ പിളർപ്പ് 2002 ഉണ്ടായത്. ആ പിളർപ്പ് കഴിഞ്ഞ് കൃത്യം 10 വർഷം കഴിയുമ്പോൾ സക്കരിയ സലാഹിയുടെ നേതൃത്വത്തിൽ ജിന്ന് വിഭാഗം എന്ന പേരിൽ മുജാഹിദിൽ നിന്ന് നിരവധി പേര് ഔദ്യോഗിക വിഭാഗം വിട്ടുപോയി.
അതിൽ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരി, കരുവള്ളി മുഹമ്മദ് മൗലവി, സുഹൈർ ചുങ്കത്തറ, ഹുസൈൻ സലഫി ഉൾപ്പെടെയുള്ള മുജാഹിദ് വിഭാഗത്തിലുണ്ടായിരുന്ന പ്രമുഖ നേതാക്കളെല്ലാം ജിന്നി വിഭാഗമെന്ന വിഷ്ടത്തോടൊപ്പം എത്തി. വിഷ്ടം എന്നുള്ള പേര് പിന്നീടാണ് വരുന്നത്. ജിന്നി വിഭാഗം, ജിന്നൂരികൾ എന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോൾ ഇവർ സ്വന്തമായിട്ട് ഒരു പേര് സ്വീകരിച്ചതാണ് വിഷ്ടമെന്ന്. ഔദ്യോഗിക വിഭാഗത്തിൽ നിന്നാണ് അധികം ആളുകളും ഇതിലേക്ക് വന്നു ചേർന്നത്. ഇതോടെ ഔദ്യോഗിക വിഭാഗത്തിൻ്റെ ശക്തി വളരെയധികം ക്ഷയിച്ചു. ഗൾഫ് ഫണ്ടുകൾ കൂടുതലും ഈ വിസ്റ്റം വിഭാഗമാണ് കൈക്കലാക്കാൻ തുടങ്ങിയത്. മാത്രമല്ല ഒരുപാട് നല്ല അവരുടെ കൂട്ടത്തിലെ പ്രഭാഷകന്മാരും ഈ വിസ്റ്റം വിഭാഗത്തിനോടൊപ്പം ചേർന്നു. യുവാക്കളും വിസ്റ്റം വിഭാഗത്തിനോടൊപ്പം ചേർന്നു. ഗൾഫ് ഫണ്ട് ഇവർ കൈക്കലാക്കി. മലപ്പുറം ജില്ലയിലെ ഊരകം എന്ന് പറയുന്ന മിനി ഊട്ടിയിൽ സ്വന്തമായി ഇവർ വലിയൊരു സ്ഥാപനം ആരംഭിച്ചിട്ടുണ്ട്. ഇതാണ് 2012-ലുണ്ടായ ജിന്ന് പിളർപ്പ് എന്ന് പറയുന്നത്. അതിൽ രൂപം കൊണ്ടതാണ് വിസ്റ്റം വിഭാഗം. നേർപ്പദം വാരിക, അതുപോലെ തന്നെ പീസ് റേഡിയോ, ഇതാണ് ഇവരുടെ പ്രധാന സംവിധാനങ്ങൾ, ആശയപ്രചരണ സംവിധാനങ്ങൾ. അടുത്തത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന 5ാമത്തെ ഗ്രൂപ്പ് സക്കരിയ സ്വലാഹി ഗ്രൂപ്പ്, ജിന്ന് 2. ജിന്ന് 2ാം ഗ്രൂപ്പാണ്. അതായത് ഈ വിസ്റ്റം 2012-ൽ വന്നു. ഏതാനും മാസങ്ങൾ കഴിയുന്നതിന് മുമ്പ് സക്കരിയ സ്വലാഹി അവിടുന്നും മറ്റൊരു ഗ്രൂപ്പുമായി മുന്നോട്ട് പോയി. അതായത് വിസ്റ്റത്തെ തള്ളി, വിസ്റ്റം നേതാക്കളിൽ പലരെയും തള്ളിക്കൊണ്ട് സക്കരിയ സ്വലാഹിയുടെ നേതൃത്വത്തിൽ സാജിദ്, അതുപോലെ തന്നെ അബ്ദുറൌഫ്, മൊഹസിൻ ഐദീദ് എന്നീ നേതാക്കൾ ഈ വിസ്റ്റം ഗ്രൂപ്പ് വിട്ട് ഏതാനും മാസങ്ങൾക്ക്, വിസ്റ്റം ഉണ്ടാക്കിയ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ മറ്റൊരു സംവിധാനവുമായിട്ട് മുന്നോട്ട് പോയി. അതായത് ഇവർക്ക് സംഘടന രൂപീകരിക്കുക എന്നുള്ളത് ബിദ്അത്താണ്. അതായത് ഗൾഫ് സലഫിസം പൂർണ്ണമായിട്ടും വിസ്റ്റമും ഗൾഫ് സലഫിസം പൂർണ്ണമായിട്ട് അപ്ലൈ ചെയ്തിട്ടില്ല എന്നാണ് ഇവരുടെ ആരോപണം. അതായത് ജനാധിപത്യ സംവിധാനവുമായിട്ട് സഹകരിക്കൽ കുഫറാണ്. അതുകൊണ്ട് വിസ്റ്റം വിഭാഗം കാഫിരീങ്ങളാണ്. വിസ്റ്റം വിഭാഗം എന്ന് മാത്രമല്ല KNM, അതുപോലെ KNM മർക്കസു ദഅവ, മറ്റ് വിഭാഗങ്ങളൊക്കെ കാഫിരീങ്ങളും മുശ്രിക്കുകളുമാണ്. കാരണം ഇവിടുത്തെ ജനാധിപത്യം കുഫറാണ് എന്നതാണ് സലഫി പണ്ഡിതന്മാരുടെ നിലപാട് എന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ സംഘടന ഉണ്ടാക്കുക എന്നുള്ളത് അതും ബിദ്അത്താണ്. അപ്പോൾ സംഘടന ഇല്ലാതെ സംഘടിച്ചു. സംഘടന പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സംഘടിച്ച വിഭാഗമാണ് സക്കരിയ സ്വലാഹി ഗ്രൂപ്പ്, അതായത് ജിന്ന് 2 എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്കൊരു രജിസ്ട്രേഡ് സംഘടനയില്ല. അങ്ങനെ ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കുന്നു, സംഘടന പാടില്ലല്ലോ. അതുകൊണ്ട് സംഘടന രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് മാത്രമേ, സെക്രട്ടറി, പ്രസിഡൻറ്റ് അങ്ങനത്തെ തസ്തികകളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇവർ സംഘടിതമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അടുത്തത് 6ാമത്തെ ഗ്രൂപ്പ് ദമ്മാജ്, ജിന്ന് 3. അതായത് ജിന്ന് വിഭാഗം ഗ്രൂപ്പിൽ തന്നെ ഈ സക്കരിയ സ്വലാഹിൻ്റെ ഗ്രൂപ്പിൽ നിന്നാണ് ദമ്മാജികൾ വരുന്നത്. അതായത് ഈ ദമ്മാജികൾ എന്ന് പറഞ്ഞാൽ പിടുത്തം വിട്ട ടീമാണ്. അവർക്ക് ആഗോള തലത്തിലാണ് ബന്ധം. മുഖബിൽ ബിൻ ഹാദി അൽ വാദി എന്ന പണ്ഡിതൻ്റെ കീഴിൽ 1980-കളിൽ യമനിലെ ദമ്മാജ് പ്രദേശത്തെ സലഫികൾ സംഘടിക്കുകയും മതസ്ഥാപനങ്ങളും മതപ്രചരണവുമായി ശക്തിപ്പെടുകയും ചെയ്തു. സലഫിസത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ അതിൻ്റെ തീവ്രമായ രീതിയാണ് അവർ ശീലിച്ചിരുന്നത്. ഇസ്ലാമിക പ്രമാണങ്ങളെ അക്ഷരവായന നടത്തിയ അവർ ഇസ്ലാമിൻ്റെ ആദ്യകാലത്തെ അതേപടി പുനരവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തിരുന്നത്. ദമ്മാജിലാണ് ഇവർ രൂപം കൊണ്ടത്. ദാറുൽ ഹദീസ് എന്ന സ്ഥാപനമാണ് ഇവരുടെ കേന്ദ്രം. ഇവരുടെ പ്രധാനപ്പെട്ട വാദം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആടുമേച്ചിരുന്നതിനാൽ എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചത്, ആടുമേച്ചിട്ടും കൃഷി ചെയ്തിട്ടൊക്കെയാണ്. അതുപോലെ തന്നെ എല്ലാവരും ആടുമേച്ചുകൊണ്ട് ജീവിക്കണം, കൃഷി ചെയ്തുകൊണ്ട് ജീവിക്കണം. സംഘടനാ സംവിധാനങ്ങളൊക്കെ ബിദ്അത്താണ്. ഗവൺമെൻറ് ജോലി എന്ന് മാത്രമല്ല മറ്റ് എല്ലാ ജോലികളും ബിദ്അത്താണ്. പുതിയ സംവിധാനങ്ങളോട് ഒന്നും സഹകരിക്കാൻ പാടില്ല. മദ്രസ അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ ബിദ്അത്താണ് എന്നാണ് ഇവർ ആരോപിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ശതമാനം മുസ്ലിങ്ങളും മുബ്തദികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണോ ജീവിച്ചത് അതേ രൂപത്തിലല്ലാതെ ജീവിക്കാൻ പാടില്ല. സംഘടന വരെ ബിദ്അത്താണ്. അങ്ങനെ ഒരു സംഘടനയോ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നതാണ് ഇവരുടെ ആശയം. അപ്പോൾ ഇവരുടെ ആശയം സ്വീകരിച്ചുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് സുബൈർ മങ്കട നേതൃത്വം നൽകിയ ദമ്മാജ് ഗ്രൂപ്പ് രൂപം കൊള്ളുന്നത്.
അപ്പോൾ ഇവരുടെ ആശയം സ്വീകരിച്ചു. ഒന്നുകൂടി തീവ്രമായ സലഫിസത്തെ, ഗൾഫ് സലഫിസത്തെ വാരിപ്പുണരുകയായിരുന്നു ഇവരും. ആഗോളതലത്തിൽ ഇവരെ മദ്ഹലികൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ മദ്ഹലികൾ എന്ന വിഭാഗം ആണ് ഇവർ. അതിൻ്റെ കേരളത്തിലെ ബ്രാഞ്ചായിട്ടാണ് സുബൈർ മങ്കടയുടെയും മൊഹ്സിൻ ഐദീദിൻ്റെയും ഒക്കെ ടീം ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം വിസ്റ്റം കുറച്ച് സ്ട്രോങ് ഉള്ള ഗൾഫ് സലഫിസ്, അതിനേക്കാൾ സ്ട്രോങ് സക്കരിയ സ്വലാഹി, അതിൽ നിന്ന് പിന്നെ അതിനേക്കാൾ സ്ട്രോങ് ആയ ദമ്മാജികൾ രൂപം കൊള്ളുകയായിരുന്നു. അങ്ങനെ സുബൈർ മങ്കട ദമ്മാജിലേക്ക് പോകാൻ സാധിക്കാത്തവർക്ക് ഇവിടെ നിലമ്പൂരിൽ കുറച്ച് സ്ഥലം വാങ്ങിയിട്ട് അവിടെ ആട് ഫാമുണ്ടാക്കി അവിടെ ആട് മേച്ച് ജീവിതമൊക്കെ ആരംഭിച്ചിരുന്നു ഈ സുബൈർ മങ്കടയുടെ നേതൃത്വത്തിൽ. ഈ ഗ്രൂപ്പിൽപ്പെട്ടതാണ് മൊഹ്സിൻ ഐദീദ് തുടങ്ങിയ ആളുകൾ. അപ്പോൾ ഇവരെ തന്നെയാണ് IS ചേർന്നതിൻ്റെ പേരിൽ കുറച്ച് ആളുകളെ വിദേശത്ത് നിന്ന് പിടിക്കപ്പെട്ടത്. ഇവർക്കാണ് തീവ്ര ISുമായിട്ടും മറ്റൊക്കെയുള്ള ബന്ധം ആരോപിക്കപ്പെട്ട് പിടിക്കപ്പെട്ട് വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്നത് ഈ ദമ്മാജ് ഗ്രൂപ്പാണ്. ഏഴാമത്തത് ലബ്ബ ഗ്രൂപ്പ്, ജിന്ന് 4. അതായത് ജിന്ന് വിഭാഗം തന്നെയാണ്, വിസ്റ്റത്തിൽ നിന്നാണ് വന്നത്. ഇവരുടെ വാദം നാരിയത്ത് സ്വലാത്ത് ഷിർക്കല്ല എന്നുള്ളതാണ്. അപ്പോൾ മറ്റു മുജാഹിദുകളൊക്കെ നാരിയത്ത് സ്വലാത്തിൽ ഷിർക്കുണ്ട് എന്ന് വാദിക്കുമ്പോൾ ലബ്ബ ഗ്രൂപ്പ് നാരിയത്ത് സ്വലാത്തിൽ ഷിർക്കില്ല, മറിച്ച് അതിൽ ഹറാമ് മാത്രമാണുള്ളത്, തവസ്സുൽ ആണുള്ളത്, അത് ഷിർക്ക് എന്ന് പറയാൻ പറ്റില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് അണികളുണ്ട്. അപ്പോൾ ഇതൊരു രജിസ്റ്റേർഡ് സംഘടനയായിട്ട് പ്രവർത്തിക്കുന്നില്ല, പക്ഷേ ഇവരൊക്കെ ഒരേ ആശയത്തിൽ സംഘടിച്ചവരാണ്. ഇതാണ് ഏഴാമത്തെ ഗ്രൂപ്പ്. ഇനി എട്ടാമത്തെ ഗ്രൂപ്പ് ചേകന്നൂർ ഗ്രൂപ്പാണ്. ഈ ചേകന്നൂർ ഗ്രൂപ്പ് നിലവിൽ വരുന്നത് ഈ ചേകന്നൂരിസത്തെ വഹാബികളുടെ ഈ ഗ്രൂപ്പിൽ തന്നെ പെടുത്തുന്നത് ഒരു കാരണമുണ്ട്. കൃത്യമായിട്ട് ഇവർ വന്നിട്ടുള്ളത് മുജാഹിദിൽ നിന്നാണ്. അതായത് ഔദ്യോഗികമായിട്ട് 2002 പിളർപ്പ് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ചേകന്നൂർ വിഭാഗം രൂപം കൊണ്ടിട്ടുണ്ട്. ആദ്യം ജമാഅത്തെ ഇസ്ലാമിയുടെ ചേകന്നൂരിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ആദ്യം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനമായ ശാന്തപുരത്തെ കോളേജിലെ അധ്യാപകനായിരുന്നു ചേകന്നൂർ മൗലവി. മനസ്സിലാക്കണം, ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് പിന്നെ മുജാഹിദിലേക്ക് വന്നു. അങ്ങനെ അന്ന് ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് ഒരുപാട് ആളുകൾ മുജാഹിദിലേക്ക് വന്നിരുന്നു. ആ കൂട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് മുജാഹിദിലേക്ക് വരികയാണ് ഇദ്ദേഹം ഉണ്ടായത്. അതായത് പിന്നീട് ജാമിയ നദവിയയിലെ അധ്യാപകനായി. മുജാഹിദിൻ്റെ പിന്നെ എടവണ്ണ ജാമിയ നദവിയയിലെ അധ്യാപകനായിരുന്നു ചേകന്നൂർ മൗലവി. മാത്രമല്ല മുജാഹിദിൻ്റെ നിരവധി വാദപ്രതിവാദ ഗണ്ണന വേദികളിലെ സ്ഥിര സാന്നിധ്യവുമായിരുന്നു ചേകന്നൂർ മൗലവി. ഒരുപാട് മുജാഹിദിന് വേണ്ടി പ്രസംഗിച്ചിട്ടുണ്ട്, ഗണ്ണനങ്ങൾ നടത്തിയിട്ടുണ്ട്, വാദപ്രതിവാദങ്ങൾ നടത്തിയിട്ടുണ്ട്. തിളങ്ങി നിന്ന വ്യക്തിത്വമായിരുന്നു. പിന്നീടാണ് ഇയാൾക്ക് ഹദീസുകളൊന്നും ശരിയല്ല എന്നുള്ള ആശയം തോന്നി തുടങ്ങിയത്. അതായത് മുജാഹിദുകൾ മൊത്തം എല്ലാവർക്കും ഗവേഷണത്തിനുള്ള പെർമിഷൻ കൊടുത്തിരിക്കുകയാണല്ലോ. അങ്ങനെ ഇദ്ദേഹത്തിന് ഹദീസുകൾ ശരിയല്ല എന്നുള്ള ആശയമുണ്ടായി. പിന്നെ സ്വന്തമായിട്ട് മാസികകൾ ഇറക്കി തൻ്റെ വികലമായ ആശയങ്ങളെ ഇയാളിങ്ങനെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ചേകന്നൂർ ഗ്രൂപ്പായിട്ട് രൂപപ്പെട്ടു. യഥാർത്ഥത്തിൽ ഈ ചേകന്നൂർ ഗ്രൂപ്പിലേക്ക് വന്ന ആളുകളെ മുഴുവൻ പരിശോധിച്ചാൽ മുഴുവൻ മുജാഹിദുകളാണ്. അപ്പോൾ മുജാഹിദിൽ നിന്നാണ് ഈ ഒരു ഗ്രൂപ്പ് രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ 8 ഗ്രൂപ്പുകളെ നമ്മൾ പരിചയപ്പെടുത്തി. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാനുള്ളത്, KNM മർക്കസുദ്ദാവയും KNM ഔദ്യോഗിക വിഭാഗവും 2002 പിളർന്നു ആദ്യമായിട്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിനുശേഷം കാലങ്ങൾ കഴിഞ്ഞു, വിഷ്ടമൊക്കെ പിരിഞ്ഞു പോയതിന് ശേഷം 2016 ഒരു ഐക്യപ്പെരുന്നാൾ നടന്നു. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും, കോഴിക്കോട് കടപ്പുറത്ത് ഐക്യപ്പെരുന്നാൾ എന്ന പേരിൽ 2 വിഭാഗവും ലയിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ലയിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ശരിക്ക് അതൊരു ഐക്യ നാടകമായിരുന്നു. യഥാർത്ഥത്തിൽ ഇവരുടെ ഇടയിലുള്ള നിരവധി പ്രശ്നങ്ങൾ, 10-20ഓളം പ്രശ്നങ്ങൾ, അതും തൗഹീദിൻ്റെ വിഷയത്തിലുള്ള തൗഹീദ് ശിർക്ക് സംബന്ധിച്ച വളരെ ഗൗരവമുള്ള വിഷയങ്ങൾ, അതായത് ജിന്ന്, സിഹർ, കണ്ണേറ്, പിശാജ് തുടങ്ങിയ വിഷയങ്ങളൊന്നും തീരുമാനമാക്കാതെയാണ് ഇവർ 2 കൂട്ടരും ഐക്യപ്പെട്ടത്. അങ്ങനെ 2016 ഐക്യപ്പെരുന്നാൾ എന്ന വലിയ സമ്മേളനം നടത്തി കോഴിക്കോട് കടപ്പുറത്ത് ഐക്യപ്പെട്ടു. ഏതാനും മാസങ്ങൾക്ക് ശേഷം
അവർ വീണ്ടും ഭിന്നിച്ചു. അങ്ങനെയാണ് മർക്കസു ദഅവ എന്നുള്ളൊരു ഗ്രൂപ്പ് രണ്ടാമതും തിരിച്ചു വരുന്നത്. ആദ്യം മടവൂർ ഗ്രൂപ്പായിരുന്നു മർക്കസു ദഅവ. പക്ഷേ ഇപ്പോൾ മർക്കസു ദഅവ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാരണം മടവൂർ KNM തന്നെ നിന്നു, കുറച്ച് ആൾക്കാർ അവിടെ തന്നെ നിന്നു. കുറേ ആൾക്കാർ ഇവരുടേതായ ആദർശബോധം ഉണ്ടല്ലോ, പഴയ ആശയം, ത്രിമൂർത്തികളുടെ ആശയം, ആ ബോധമുള്ള ആളുകളൊക്കെ തിരിച്ചു വന്നു. എന്നിട്ട് മർക്കസു ദഅവയിൽ അവർ എന്തായി, ഒരുമിച്ച് കൂടി. അങ്ങനെയാണ് മർക്കസു ദഅവ എന്നുള്ള ഗ്രൂപ്പ് ഇന്നും നിലനിൽക്കുന്നത്. ഇങ്ങനെയാണ് മടവൂർ വിഭാഗത്തിൽ ഇന്ന് മടവൂരില്ലാത്ത ഒരവസ്ഥ വന്നിട്ടുള്ളത്. അപ്പോൾ മടവൂർ ഇന്ന് KNM. ഇനി ആ KNM ഔദ്യോഗിക വിഭാഗത്തിൻ്റെ അവസ്ഥ തന്നെ എടുത്താൽ അതിൽ ഈ മടവൂർ വിഭാഗത്തു നിന്ന് പോയ കുറച്ച് ടീമുണ്ട്. അവരുടെ വിശ്വാസവും KNM ആദ്യമുള്ള വിശ്വാസവും രണ്ടാണ്. അങ്ങനെ തന്നെ KNM ഔദ്യോഗിക വിഭാഗത്തിൽ നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതും പരിശോധിച്ചാൽ അവിടെയുണ്ട് 2 ഗ്രൂപ്പ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഓരോന്നും പരിശോധിച്ചാൽ മൈക്രോ ഗ്രൂപ്പുകൾ വേറെയുണ്ട്. അത് എണ്ണുകയാണെങ്കിൽ 10, 20, 25, 30 ഒന്നും ആയിരിക്കില്ല. കാരണം ഓരോരുത്തർക്കും വ്യത്യസ്ത ഇജ്തിഹാദും വ്യത്യസ്ത ഗവേഷണങ്ങളും വ്യത്യസ്ത വാദങ്ങളുമാണ്. അപ്പോൾ ഇങ്ങനെ മൈക്രോ ഗ്രൂപ്പുകൾ ധാരാളം ഇവരുടെ കൂട്ടത്തിലുണ്ട്. വളരെ പ്രധാനപ്പെട്ട 8 ഗ്രൂപ്പുകളെയാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഏതെങ്കിലും പ്രധാനപ്പെട്ട ഗ്രൂപ്പ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മുജാഹിദ് പ്രവർത്തകർ ക്ഷമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും.